കുട്ടികൾക്ക് അവരുടെ മുഴുവൻ പേര് ഹൃദിസ്ഥമാക്കി കൊടുക്കുക. അച്ഛൻ്റെയും അമ്മയുടെയും ഫോൺ നമ്പർ, ഏത് ഗാർഡിയൻ്റെ ആണോ നമ്മൾ പേര് റെക്കോർഡിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ആളുടെ ഫോൺ നമ്പർ അതും ഹൃദിസ്ഥമാക്കേണ്ടത് അത്യാവശ്യം. അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും അവരുടെ സ്വന്തം പേരുകളും എപ്പോഴും കാണാനും കണ്ട് അവർക്ക് പരിചിതമായി കഴിഞ്ഞാൽ ഇന്ന് തിരിച്ചറിയാൻ കുട്ടികൾക്ക് കഴിയും. ഈ ലെറ്റേഴ്സും നമ്പേഴ്സും എല്ലാം അവരുടെ കണ്ണുകൾക്ക് പാറ്റേൺസ് അല്ലെങ്കിൽ ഡിസൈൻസ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്കത് ഹൃദിസ്ഥമാക്കാനും കണ്ടാൽ തിരിച്ചറിയാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ അവരുടെ വീട് എവിടെയാണെന്നുള്ള ലൊക്കേഷൻ അവർക്ക് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഒരു ഇന്ന ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഇന്ന ബിൽഡിങ്ങിൻ്റെ അടുത്ത് എന്ന് പറയാവുന്ന രീതിയിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. കുട്ടികളെ ഒരിക്കലും വീടുകളിൽ ഒറ്റയ്ക്കാക്കി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. പേരൻസും ടീച്ചേഴ്സും കുട്ടികളായിട്ട് വളരെയേറെ സൗഹൃദം പുലർത്തുവാൻ ശ്രമിക്കേണ്ടതാണ്. അവരുടെ സ്വന്തം ശരീരം എങ്ങനെ സുരക്ഷിതമായി വെക്കാം അല്ലെങ്കിൽ എങ്ങനെ അവരെ തന്നെ സേഫായി സൂക്ഷിക്കാം എന്നുള്ളത് പറഞ്ഞു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആരെയും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. എപ്പോഴും ഒരു സേഫായ അകലം കുട്ടികൾക്ക് സൂക്ഷിക്കാനായി അവരെ പഠിപ്പിക്കുക. പിന്നെ നമ്മൾ പുറത്തു പോവുകയാണ്, കുട്ടി ഇപ്പോൾ അകത്ത് ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായ ഒരു പ്രധാന കാര്യം, ആര് വന്ന് ബെല്ലടിച്ചാലും ആര് വന്ന് വാതിലിൻ്റെ പുറത്ത് നിന്ന് വിളിച്ചാലും കുട്ടി തുറന്നു കൊടുക്കരുത്. അതുപോലെ നമ്മളിപ്പോൾ അച്ഛനോ അമ്മയോ ആണ് വന്നിരിക്കുന്നത് പുറത്ത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ചില കോഡുകൾ അല്ലെങ്കിൽ പാസ്വേഡുകൾ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ ഒരിക്കലും അടുത്ത വീടുകളിൽ താക്കോല് കൊടുത്തിട്ട് പോവുക, അവിടെ പോയി കുട്ടികൾ അത് വാങ്ങിക്കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങൾ അതെല്ലാം ഒഴിവാക്കുന്നതാണ് നല്ലത്. കഴിയുന്നതും കുട്ടിക്ക് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ കൊടുക്കുകയോ അങ്ങനത്തെ എന്തെങ്കിലും മെഷേഴ്സ് സ്വീകരിക്കുകയാണ് നല്ലത്. കുട്ടികൾക്ക് കഴിയുന്നതും മൊബൈൽ യൂസേജ് കുറയ്ക്കുക. ഇനി എങ്ങാനും കൊടുക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഗൈഡൻസോട് കൂടിയിട്ട് കുട്ടിയെ ഇരുത്തുക. പരിചയമില്ലാത്ത ആൾക്കാരോട് ഒരിക്കലും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യരുതെന്നും അവരോട് പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു.